ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2 നാളെ വരാനിരിക്കുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ അനുശ്രീ കോടതിയിൽ കയറി നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല. ഒടുവിൽ ഒരേ ഒരു കാര്യം കോടതി മുന്നാകെ പറയുന്നുണ്ട്. അതായത് ഈ കേസ് കോടതി എനിക്ക് പിൻവലിച്ച് തരണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി അലോക് എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റുകൾ ഞാൻ ഒരിക്കലും മാപ്പാക്കാൻ പോകുന്നില്ല. അയാൾ ചെയ്ത തെറ്റ് എനിക്ക് അത് വളരെ ഇത് തന്നെയാണ്, എന്നെ വളരെയേറെ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ അയാളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ പോകുന്നതുമില്ല. പക്ഷേ ഈ 2 കുടുംബങ്ങൾ ഇതിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അതെനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഈ കേസ് സ്വമേധയാ പിൻവലിക്കുകയാണ്. കോടതി അത് അനുവദിച്ച് തരണമെന്നുള്ളത് നമ്മുടെ അനുശ്രീ ചോദിക്കണം. അപ്പോൾ എല്ലാവരും ഞെട്ടിത്തരിക്കുകയാണ്. ആര്യൻ അവിടെ നിന്ന് കോടതിയിൽ അവിടെ നിന്ന് തന്നെ ആര്യൻ പറയുന്നുണ്ട്, എന്താ അനുമോളെ നീ കാണിക്കുന്നത്, കേസ് പിൻവലിക്കോ. വക്കീലും ഞെട്ടിപ്പോവാണ്. കാരണം അനുശ്രീക്ക് ഇത്രയും രാവിലെ കൂടി പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് എല്ലാം വ്യക്തമാക്കിയിട്ട് വീണ്ടും അനുശ്രീ ഈ ഒരു രീതിയിൽ പെരുമാറിയപ്പോൾ അത് നമ്മുടെ ആര്യന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയൊരു കേസായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അവരെല്ലാവരും അമ്പരന്ന് പോവുകയാണ്. അപ്പോൾ അനു കോടതി മുന്നാകെ പറഞ്ഞു അങ്ങനെ കേസ് ഇങ്ങനെ ഇത് എഴുതി തള്ളി വിടുകയാണ് കേട്ടോ. അപ്പം അലോക് ആ സമയത്ത് പോലും കോടതിയിൽ കുറച്ച് മുന്നേ അനു പറഞ്ഞ കാര്യങ്ങൾ, അനു നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, ഞാൻ നിന്നോട് ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ്, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് എന്ന രീതിയിലൊക്കെ വളരെ ഇമോഷണലി പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ അലോകിൻ്റെ വെറും അഭിനയവും അവൻ്റെ വെറും നമ്പറും മാത്രമാണ് എന്നുള്ളത്. പക്ഷേ അനുവിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവൻ്റെ പെരുമാറ്റത്തിൽ അലോകിൻ്റെ ആ ഒരു പെരുമാറ്റം, അവനിൽ എന്തെങ്കിലും ഒരു നന്മ ചിലപ്പോൾ വന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും അതൊക്കെ ഇങ്ങനെ അനു എല്ലാം കൂടെ മാനിച്ചും പിന്നെ മുത്തശ്ശിയുടെയും അതുപോലെ അച്യുതൻ്റെയും രാജശ്രീയുടെയും ഇവരെയൊക്കെ എല്ലാവരുടെയും മാനസികാവസ്ഥ കണക്കിലെടുത്ത് തന്നെയാണ് അനുമോൾ ഈ കേസ് പിൻവലിക്കുന്നത്. അങ്ങനെ കോടതിയിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ വക്കീലാണെങ്കിലും എന്തിനായിരുന്നു അനു ഇയാൾക്കത് താല്പര്യമില്ലെങ്കിൽ അത് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് വക്കീൽ പോലും പിണങ്ങി പോവാണ്. ബാലേട്ട എന്നാലും ഇത് കുറച്ച് ഇതായിപ്പോയി, നിങ്ങൾക്ക് പറയാമായിരുന്നു ഈ കേസ് നമ്മൾ അവസാന നിമിഷം വിജയിക്കുമെന്ന് എത്തിയപ്പോൾ എന്നെ തോൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു വക്കീലിൻ്റെ വാദം, അനുവിൻ്റെ വക്കീലിൻ്റെ വാദം. പക്ഷേ നമ്മുടെ അച്യുതനും നമ്മുടെ അലോകിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അലോക് ഇങ്ങനെയാണെങ്കിലും അലോകിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം പ്രകടമാവാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവമംഗലക്കാരെല്ലാവരും വരികയാണ്. അപ്പോൾ ആര്യനാണെങ്കിൽ അനുവിനെ കുറേ വഴക്ക് പറയുന്നുണ്ട്. എന്നാലും മോളെ നീ ഒന്ന് ചിന്തിച്ചില്ല, നമ്മളെ കുടുംബത്തോട് അവൻ ചെയ്ത ക്രൂരതകൾ എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ലല്ലോ മോളെ, നീ മറന്നുപോയോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അനു പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അവൻ നന്നായാലും നന്നായില്ലെങ്കിലും ആര്യേട്ടാ ഞാൻ ഇത്ര മാത്രമേ നോക്കുന്നുള്ളൂ. 2 കുടുംബങ്ങൾ ഈ ഒരു കേസിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടുകയും കണ്ണീരൊഴുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കത് പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് പിൻവലിച്ചതെന്ന് പറഞ്ഞിട്ട് അനുമോള് അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗോമതീനെ ബാലൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ബാലൻ്റെ അടുത്ത് ഓൾറെഡി നമ്മുടെ അനുമോള് പറഞ്ഞു കേട്ടോ, അച്ഛാ എനിക്ക് മനസ്സിന് ശരി എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്തത്. ബാലന് പ്രത്യേകിച്ച് എതിരഭിപ്രായമൊന്നുമില്ല എന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ പേരിൽ ആരും അനുവിനെ വഴക്കു പറയണ്ട. കാരണം വേറൊന്നുമല്ല, അവൾക്ക് അവളുടെ മനസ്സിന് കംഫർട്ടായിട്ടുള്ള ഒരു തീരുമാനം അവളെടുത്തു, അത് അത്രയേ ഉള്ളൂ. ഇനി അതിനെ ചൊല്ലി ആരും അവളെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്നുള്ളതാണ് ബാലൻ്റെ നിലപാട്. ബാലൻ എന്നിട്ട് നമ്മുടെ ഗോമതിയെ വിളിച്ചുകൊണ്ട് അകത്ത് പോകണം. എന്നിട്ട് ഗോമതിയോട് പറയുന്നുണ്ട്, അല്ല തനിക്കെന്തായാലും സമാധാനമായല്ലോ, തൻ്റെ ഏട്ടൻ്റെ മകനെ ഇനി രക്ഷിച്ചില്ല എന്നും വേണ്ട ഒന്നും വേണ്ട, തനിക്ക് സമാധാനമായല്ലോ. മിക്കവാറും താൻ എന്നോട് സംസാരിക്കുന്നതെല്ലാം അനുമോള് കേട്ടിട്ടുണ്ടാവും, തന്നോട് തൻ്റെ അമ്മ സംസാരിച്ചതും ഒക്കെ അനു കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവളുടെ മനസ്സ് മാറി അവൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലെങ്കിൽ എൻ്റെ അനുമോൾ എന്തായാലും അവസാനം വരെ അവൾ പൊരുതുമായിരുന്നു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ കേസ് നമ്മൾ വിജയിച്ച് വരേണ്ട കേസ് തന്നെയാണ്. അപ്പം ഗോമതി പറഞ്ഞു, ബാലേട്ട അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, താനൊന്നും ചെയ്യണ്ട, താൻ എന്നോട് പറഞ്ഞതൊക്കെ അവൾ കേട്ടു, അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇപ്പം ഇങ്ങനെയായി തീർന്നതെന്നും പറഞ്ഞ് ബാലൻ ഗോമതിയെ വഴക്ക് പറഞ്ഞു. ഗോമതിക്കാണെങ്കിൽ ആകെ ഒരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാനാണോ ഇതെല്ലാം ചെയ്ത്
ചെയ്ത് എന്നുള്ള രീതിയിൽ ഗോമതി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഗോമതിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനമുണ്ട്. കാര്യം അത് വേറൊന്നുമല്ല, തൻ്റെ അമ്മ ഉൾപ്പെടെ വന്ന് തൻ്റെ അടുത്ത് അത്രയും കരഞ്ഞ് ഇനി എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നത്, ഇനിയിപ്പോൾ അലോകിന് ജീവപര്യന്തം ശിക്ഷ എങ്ങാനും കിട്ടുകയാണെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് ജീവന് പോലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുറ്റബോധവുമേറി എൻ്റെ മകളും എനിക്കും പിന്നെ ജീവിക്കാൻ പറ്റുമോ മുന്നോട്ട് എന്നുള്ളൊരു സങ്കടം ഗോമതിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വാസ്തവം തന്നെയാണ്. പക്ഷെ അനുമോൾ ഇത്രയും കൃത്യമായ ഒരു തീരുമാനം എടുക്കും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ കൃഷ്ണമംഗലത്ത് എത്തുന്ന നമ്മുടെ അലോകിനെ കണ്ട് നമ്മുടെ രാജശ്രീയും അതുപോലെ തന്നെ ഇന്ദിരാമയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം തൻ്റെ മകൻ എത്തിയല്ലോ, ആകെ ക്ഷീണിച്ച് അവശതയായി എൻ്റെ മകൻ നേരത്തും കാലത്തും ആഹാരം പോലും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതിയും പരിഭവവും രാജശ്രീ പറയുന്നു. പക്ഷേ നമ്മുടെ അലോക് അവരുടെ അടുത്തൊന്നും പ്രത്യേകിച്ചായിട്ട് മിണ്ടില്ല. ഒരു വല്ലാത്തൊരു മുഖം എന്ന് വെച്ചാൽ ഒരു വിഷമോ കുറ്റബോധമേറിയ ഒരു മുഖം പോലെയാണ് അലോകിൻ്റെ മുഖം. അപ്പോഴേക്ക് അച്യുതൻ പറഞ്ഞു, എന്തായാലും കേസ് അധികം വിചാരണയ്ക്കോ അല്ലെങ്കിൽ അതിലേക്കൊന്നും വന്നില്ല, മൊത്തത്തിൽ തന്നെ പിൻവലിച്ച്. കാരണം വേറൊന്നുമല്ല, അനു തന്നെ ഈ കേസ് പിൻവലിക്കണമെന്ന് കോടതിയിൽ അഭ്യർത്ഥിച്ചു. അതുകൊണ്ട് കോടതി അത് പരിഗണിക്കുകയും ആ ഒരു കാരണത്താൽ പിന്നെ ഈ കേസ് മൊത്തത്തിൽ അങ്ങ് തേഞ്ഞു മാഞ്ഞ് പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അപ്പോൾ രാജശ്രീ പറഞ്ഞു, അവളുടെ ഔദാര്യത്തിലായിരിക്കും ഇനിയിപ്പം കേസ് നമ്മുടെ അലോക് പുറത്തിറങ്ങിയത്, അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വക്കീൽ മിടുക്കനായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേസ് ജയിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അലോകിൻ്റെ മുഖം അതുപോലെ തന്നെ. അപ്പം രാജശ്രീ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണത് എന്നൊക്കെയുള്ളത് രാജശ്രീ ചോദിക്കുന്നുണ്ട്. അലോക് ഞാനൊന്ന് ഫ്രഷായി വരട്ടെ അമ്മയെന്ന് പറഞ്ഞ് മേളിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാമ്മയ്ക്ക് മനസ്സിനൊരു സമാധാനമാവേണ്. എന്തായാലും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഇനി കൂടണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ അതങ്ങ് കലങ്ങി തെളിഞ്ഞത് എന്തുകൊണ്ട് നന്നായി എന്നൊക്കെയുള്ള ഇങ്ങനെ പറയാൻ കേട്ടോ. ഒടുവിൽ നമ്മുടെ അലോക് താഴെ വരുമ്പോൾ അലോകിൻ്റെ മുഖത്ത് നിന്ന് ആ ഒരു വിഷമം മാറിയിട്ടില്ല. അപ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയടാ നിനക്ക്? അപ്പോൾ അലോക് മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും ഇരുന്നപ്പോൾ പറയുന്നുണ്ട്, അതായത് ഞാൻ ദേവമംഗലക്കാരോട് ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്, പ്രത്യേകിച്ച് അനുവിനോട്. ബാലനങ്കിളിൻ്റെ അടുത്തും ഗോമതി ആൻറ്റിയുടെ അടുത്തും അതുപോലെ ആര്യൻ്റെ അടുത്തും അനുവിൻ്റെ അടുത്തും എനിക്ക് മാപ്പ് പറയണം മുത്തശ്ശി എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സിൽ എൻ്റെ മോൻ്റെ മനസ്സ് ശരിക്കും മാറി. അവൻ്റെ മനസ്സിലൊക്കെ എന്തൊക്കെയോ നല്ല ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ധർമ്മനും അവരൊക്കെ ഇത് കേൾക്കണം. അപ്പോൾ അതെന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ 2-3 ആഴ്ച കാലത്തോളം ആ ജയിലിൽ കിടന്ന് ഇടിയും കൊണ്ട് അവൻ ആ ചെയ്ത തെറ്റ് കുറ്റബോധം അവനെ നല്ലൊരു മനുഷ്യനാക്കി കാണും എന്ന ചിന്തയിലാണ് അവരൊക്കെ അങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് ആര്യനും അവർ ഗോമതിയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അലോക് ഒറ്റയ്ക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കയറുമ്പം തന്നെ ആര്യൻ നമ്മുടെ അലോകിനെ മാട്ടയാണ്, എന്തിനാടാ നീ ഇങ്ങോട്ട് വീണ്ടും കയറി വന്നത്, നീ എന്തടവുമായിട്ടാടാ വന്നേക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലോക് അവിടെ നിന്നോട് പറയാം, എനിക്ക് ആൻറ്റിയോടും അങ്കിളിനോടും അനുവിനോടും പിന്നെ ആര്യനോടും മാപ്പ് പറയണം. ഞാൻ ചെയ്ത ക്രൂരത തെറ്റ് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല, പക്ഷേ എങ്കിലും എനിക്ക് എല്ലാവരോടും മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ട് ബാലനോടും അതുപോലെ ഗോമതിയോടൊക്കെ മാപ്പ് പറയണ്. അപ്പം ബാലനറിയാം അവൻ അടുത്ത നമ്പറുമായിട്ട് വന്നിക്കണേന്. ഒന്നുകിൽ എന്തോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ്റെ അടുത്ത നമ്പറാണ് അതാണെന്നുള്ളത് ബാലൻ പറയണം. ബാലൻ മൈൻഡ് ചെയ്യേണ്ട ബാലൻ കയറി പോകണം കേട്ടോ. അപ്പോഴേക്കും ഗോമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം തൻ്റെ എത്ര തെറ്റ് ചെയ്താലും തൻ്റെ ഏട്ടൻ്റെ മകനില്ലേ അവൻ ചെയ്ത തെറ്റ് ഞാൻ പൊറുക്കും എന്ന രീതിയിൽ ആര്യൻ്റെ അടുത്തോട് ചെല്ലുമ്പോൾ ആര്യം പറയേടാ, നീ എന്ത് പദ്ധതിയാണ് മനസ്സിൽ കണ്ടു നിൽക്കണേന്നുള്ളത് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഈ കുടുംബത്ത് കയറി പറ്റി നിൻ്റെ മനസ്സിൽ വല്ല വിചാരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകില്ല. ഈ ആര്യൻ നിൻ്റെ പല മുഖങ്ങളും കണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആര്യൻ അലോകിനെ നല്ല രീതിയിൽ ഫയർ ചെയ്യണം കേട്ടോ. അപ്പോഴേക്ക് അനുശ്രീ അവിടെ ഇറങ്ങി വരണം. അനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അനുവിൻ്റെ കാല് പിടിച്ച് തന്നെ നമ്മൾ അലോക് മാപ്പ് പറയണം. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റ് തന്നെയാണ് നിന്നോട് ഞാൻ ചെയ്തത്. നീ മനസ്സിലത് വയ്ക്കോ ഇല്ലയോ എനിക്കതറിയില്ല, പക്ഷേ ഞാൻ ഈ 2-3 ആഴ്ചക്കാലത്തോളം ജയിലിൽ കിടന്ന് എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ ഉരുകിപ്പോകുന്ന കണക്കുള്ള ഇടി ഞാൻ കൊണ്ടു. ഓരോ ഇടിയിലും ഞാൻ എൻ്റെ തെറ്റും അല്ലെങ്കിൽ ആ ഒരു മനസ്സ് എൻ്റെ മാറി ഞാൻ ഇന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അനു നിന്നോട് ഞാൻ ഇത് പറയണത്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എടാ നിൻ്റെ ഈ കുറേ അഭിനയങ്ങളൊക്കെ ഞങ്ങൾ കുറേ കണ്ടേക്കണതാണ്. കോടതി വെച്ച് നീ എൻ്റെ പെങ്ങളുടെ മുമ്പിൽ കിടന്ന് ആക്ട് ചെയ്ത് അവളുടെ മനസ്സ് മാറ്റി നീ ഇത് പരാതി പിൻവലിച്ച് നീ രക്ഷപ്പെട്ടു. പക്ഷേ വീട്ടിൽ പറ്റിക്കയറാന്നുള്ള നിൻ്റെ വിചാരം ഉണ്ടല്ലോടാ, ഒരിക്കലും നടക്കാൻ പോണില്ല.
കുഴപ്പമില്ല എന്ന് തന്നെ ആര്യം പറയണം. എന്ത് പരിധിയാലും അലോക് വന്ന കാര്യം അനുവിൻ്റെ അടുത്ത് ഉൾപ്പെടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. കാര്യം ഇതിന് നമ്മളെ പാണ്ഡ്യൻ 2 കാണിക്കുന്നത് വേറൊരു ഉദ്ദേശം വെച്ച് അലോക് ഈ ദേവമംഗല കുടുംബക്കാരുടെ കയ്യിലെടുത്ത് കളിക്കാനുള്ള പുതിയൊരു നമ്പറാണ് പാണ്ഡ്യൻ 2 കാണിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്കറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുത്തുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഒരു നല്ലവനായ അലോകായിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അലോകിനെ കാണിക്കുന്നത്. കുറ്റബോധം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാപ്പ് പറയുന്ന ഒരു അലോക്. എന്തായാലും നമുക്ക് ആ ഒരു ഇതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കാണാൻ പോകുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ആനന്ദ്. എത്രയോ എപ്പിസോഡുകൾ നമ്മൾ പറയുന്നുണ്ട് ആനന്ദ് ദേ നമ്മുടെ ബാലൻ്റെ അടുത്തും ഗോമതിയുടെ അടുത്തും ദേ ഉദയഭാനുവിനെ പിടിച്ചേന്ന് പറയുന്ന ഒരു സീന് കാണിച്ച് സത്യം പറഞ്ഞ് നമുക്കും ഒരു ഇതായി അല്ലേ. പക്ഷേ ശരിക്കിനുമുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ആനന്ദ് എല്ലാ സത്യങ്ങളും മീനുവും മിത്രയും അവരെല്ലാവരും കേൾക്ക തന്നെ എല്ലാ സത്യങ്ങളും തൻ്റെ അച്ഛൻ്റെ മുന്നിലും അമ്മയുടെ മുന്നിലും പറയാണ്. ഇത്രയും നാൾ എവളുടെ കുടുംബവും നമ്മളോട് ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് അച്ഛൻ അറിയാവോ? എടാ മോനെ നീ എന്തൊക്കെയാണ് ഈ പറയണത്? അതേ അച്ഛൻ നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ കുടുംബം കാണിച്ച ക്രൂരതകൾ ഞാൻ മനസ്സിൽ ഒതുക്കിയിരിക്കുകയായിരുന്നു. ഇവരെന്തൊക്കെയാണ് ഇവരെ കുടുംബം പറഞ്ഞത്? അവർ വലിയ ബിസിനസ്സുകാരാണ്, അവർക്ക് വേണ്ട പണമുണ്ട്, ബിസിനസ്സുകൾ പലതുമുണ്ട്, വേണ്ട സ്വർണ്ണമുണ്ട്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളല്ലേ നമ്മളോട് പറഞ്ഞത്. 10 പൈസ എടുക്കാൻ കയ്യിലില്ലാത്ത കൂട്ടരാച്ച നാളത്തേക്കുള്ള ആഹാരത്തിന് വേണമെങ്കിൽ അടുത്ത പോയി എന്തെങ്കിലും കള്ളത്തരം ചെയ്യണം. അങ്ങനത്തെ ഒരു കുടുംബമാണ്. പിന്നെ സ്വന്തം മോളെക്കുറിച്ച് പറഞ്ഞേക്കണതോ മോള് വലിയ വിദ്യാഭ്യാസമുള്ളവളാണ്. ഇവള് വെറും 10ാം ക്ലാസ് ആച്ചാ 10ാം ക്ലാസ്. എന്നെക്കാട്ടിലും 2 വയസ്സ് മൂപ്പ് വെക്കുക അതറിയോ എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. ഇത് കേൾക്കണ ബാലനും ഗോമതിയും മീനുവും മിത്രയൊക്കെ അന്താളിക്കിന്. ഇതെന്തൊക്കെ ഈ ആനന്ദേട്ടൻ പറയണത്? ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത്. കാരണം വെച്ചാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് ഓടേനെ കേട്ടോ. കാരണം ദേവിക്ക് നമ്മളൊരു നാണക്കെട്ട് മരിച്ച ഉള്ള ഒരു അവസ്ഥ പോലെയാണ് ദേവി അന്നേരം ആ സമയത്ത് കിടന്ന് ഉരുകിക്കൊണ്ടിരുന്നത്. കാരണം ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആനന്ദ് എല്ലാം പറയണം കേട്ടോ. അതുമാത്രമല്ല അച്ഛൻ ഇത്രയും നാൾ നമ്മുടെ ഗോമതി സ്റ്റോറിൽ വന്ന് ഗോമതി സ്റ്റോറിൽ കണ്ടുകൊണ്ടിരുന്ന കള്ളത്തരങ്ങൾ, പൈസയുടെ മോഷണവും കാര്യങ്ങളൊക്കെ ആര് നടത്തിയെന്ന് അച്ഛൻ്റെ വിചാരം? എവളുടെ തന്തയും കൂടെ ചേർന്ന് നടത്തിയ കള്ളത്തരങ്ങളാണ് അച്ഛൻ അറിയോ? നമ്മുടെ ധർമ്മമാവൻ 25,000 രൂപ എടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ ധർമ്മമാമനെ പോലും കള്ളനാക്കി ഈ വീട്ടിൽ നിറക്കി. വലിയ ആളായിട്ട് പണം കണ്ടില്ല, അത് കണ്ടില്ല, പണത്തിൽ കുറവുണ്ടച്ചാ ഇന്നത്തെ ഇതിൽ കുറവുണ്ട്. അതെല്ലാം കാരണക്കാരൻ ഇവളുടെ തന്തയാണ്. അപ്പോൾ ഗോമതി ചോദിച്ചു, മോനെ നീ വാ കൊണ്ട് അറിയാത്ത കാര്യങ്ങളൊന്നും പറയാനൊന്നും നിൽക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പക്ഷേ അപ്പോൾ ആനന്ദ ഉള്ള സത്യങ്ങളെല്ലാം വീഡിയോയിൽ പിടിച്ചതും ഉദയഭാനു കള്ളനെ പോലെ പരിങ്ങി വന്ന് ആ ഡ്രോ തുറന്ന് പണം എടുക്കുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കേണ്ട. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ്? പക്ഷെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം എന്നിട്ട് പിന്നെ നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മയെയും വിഡ്ഢിയാക്കിക്കൊണ്ട് ഇവളുടെ വീട്ടുകാരും കൂടെ ഇത്രയും നാൾ ഈ കളിയൊക്കെ കളിച്ചു. ഇനി ഞാനത് അനുവദിക്കില്ല. ഇവൾക്ക് അച്ഛനെ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ ജോലി ശരിയാക്കി കൊടുത്തു. അവിടെ ജോലിക്ക് കയറിയ സർട്ടിഫിക്കറ്റ് സ്കൂളുകാർ ചോദിച്ച് കുറേ ദിവസം അവൾ കത്തിപ്പോയി, കാണാനില്ല, സർട്ടിഫിക്കറ്റ് ഇങ്ങനെ മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞ് പല നമ്പർ ഇട്ടു. ഒടുവിൽ എവിടെ നിന്ന് ഏതോ ഒരു ഒരു കമ്പനിയിൽ എന്തോ കയറിയായിരുന്നല്ലോ. അങ്ങനെ അവിടെ ജോലിയെന്ന് പറഞ്ഞ് പോയത് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വെറും ക്ലീനിങ് ഇതായിട്ട് സ്റ്റാഫായിട്ട് അച്ഛൻ പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു. അന്നാണ് ഞാൻ കള്ളത്തരം പിടിക്കണത്. എന്നിട്ട് കൊണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും പറയിച്ചു. അച്ഛാ ആ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും സത്യങ്ങൾ പറയാനുണ്ടോ? ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്ത് അർത്ഥത്തിലാച്ചാൽ ഞാൻ ഇനി വിശ്വസിച്ച് കൂടെ ഞാൻ ജീവിക്കണത്? അതുകൊണ്ട് ഞാൻ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തു. നിങ്ങളാരും ഒരു എതിരഭിപ്രായം പറയരുത്. ഇനി ഈ ആനന്ദിൻ്റെ ജീവിതത്തിൽ ഇനി ദേവി ഉണ്ടാകില്ല. ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാവോ? ഞാൻ മനസ്സിലൊരു ദേവിയെ പോലെയാണ് ഞാൻ സ്നേഹിച്ച് ആരാധിച്ച് കൊണ്ടുവന്നത്. എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ സഹോദരങ്ങളെയാണ് കുടുംബക്കാർ
എല്ലാവരും ചേർന്ന് വഞ്ചിച്ച് ഈ ഒരു രീതിയിലാക്കിയത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എന്നെ ക്ഷമിക്കില്ല. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതിന് ശേഷം വേണം എനിക്ക് ഇവളുടെ കയ്യിൽ ആ ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ആനന്ദ് അത് കൊടുക്കുകയാണ്. ബാലനും ഗോമതിയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം അവർ മനസ്സിലാക്കിയ ദേവി മോളാണോ ഈ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത്. അവസാനം ഇതെല്ലാം തന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അതായത് ആനന്ദ് ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും നാൾ മനസ്സിലിട്ട് ഇത് വിങ്ങി പൊട്ടി ഇങ്ങനെ നടന്നു. പക്ഷേ ഇവിടെ അതിനേക്കാളും വലിയ വിഷയങ്ങളുണ്ടായതുകൊണ്ട് മാത്രമാണ് അച്ഛാ ഞാൻ ഈ കാര്യങ്ങളൊന്നും എൻ്റെ അച്ഛനോട് പറയാതിരുന്നത്. ഇനി അച്ഛൻ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് മറുത്തൊന്നും പറയരുത്. ബാലൻ പറഞ്ഞു, ഇല്ല മോനെ, നിനക്ക് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എടുക്കാം. എനിക്കൊരു ആപത്ത് പറ്റി, ഇനി നമ്മൾ എനിക്ക് പറ്റില്ല എന്നുള്ളത് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാലൻ പറയുന്നുണ്ട്, ഗോമതി ആ ഉദയഭാനുവിനെ വിളിക്കുമെന്ന് പറയും. അങ്ങനെ ഗോമതി ഉദയഭാനുവിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിളിച്ചിട്ട് ഹലോ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഉദയഭാനു ഭയങ്കര ഒലിപ്പീരിറക്കുകയാണ്. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ ഒന്ന് ഇവിടം വരെ ദേവമംഗലം വരെ വരാനായിട്ട് പറയുകയാണ്. അപ്പോഴേക്കും ഉദയഭാനുവും ഭാര്യയും കൂടെ വിഗും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല പുട്ടിയൊക്കെ അടിച്ച് മേക്കപ്പ് ചെയ്ത് ഞങ്ങൾ പിന്നെ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ എത്തിയുള്ളൂ, ഇനി ആഫ്രിക്കയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ കുറേ നമ്പർ ഇട്ടു. അത് കേട്ടിട്ട് ഇങ്ങേറ്റം മീനൂന് പോലും ഒരു പുച്ഛം തോന്നിപ്പോവാണ്. കാരണം ഇതൊക്കെ ശരിക്കും ഉള്ളതാണ്. ഇവരെന്ത് നമ്പറല്ലേ, എന്തൊരു മനുഷ്യരാണ് ഇവരെന്നുള്ളത് അവർ പോലും പുച്ഛിച്ച് പോവുകയാണ്. കാരണം ഈ ഉദയഭാനുവിനെയും ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട്. അങ്ങനെ അവരിവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ നല്ല ഡയലോഗ് അങ്ങ് അടിക്കാൻ കേട്ടോ. തൻ്റെ മകളെ വിളിച്ചുകൊണ്ട് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിക്കണം, തന്നെ ഞാൻ ഒരിക്കൽ ഞാൻ പിടിച്ചതാ, പക്ഷേ അതിന് ശേഷം താൻ എൻ്റെ മുന്നിൽ വലിയ ആക്ടിങ് കളിച്ച് ഈ നിലം വരെ എത്തി. ഇനി എൻ്റെ ജീവിതത്തിൽ ഇതിനുള്ള അവസരം ഞാൻ തരില്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോണം മോളെ വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കിയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ദേവിയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകൾ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതിയോട് കരഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കിയില്ല. കാരണം ആനന്ദ് ഇതിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ബാലൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ്റെ ജീവിതമാണ്, അവനാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ദേവി അവിടെ നിന്ന് കരഞ്ഞ് എല്ലാവരോടും മാപ്പ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ തമിഴിൽ ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ബാലനും ഗോമതിയും കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ദേവി മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കി ദേവി മോളെ ഒന്ന് ഇതാക്കാനുള്ള അനുകമ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആനന്ദ് ഒരിക്കലും ഇനി ദേവിയെ സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥയിൽ അവർ ഡൈവേഴ്സിനൊക്കെ പോകുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി വരുന്ന ഈ ആഴ്ചയിൽ 1-2 എപ്പിസോഡിനുള്ളിൽ തന്നെ ഈ സീനുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് അടിക്കാണ്ട് അതിനെ കേൾക്കുക. നമ്മൾ റിപ്പീറ്റേഷനായിട്ടൊന്നും തോന്നണ്ട, കാരണം നമ്മൾ അതിൻ്റെ ഒരു കഥ പറഞ്ഞ് വരുമ്പോൾ അതങ്ങനെയാണ്, നമ്മൾ ആ എപ്പിസോഡുകൾ ഓരോന്നും കവർ ചെയ്ത് വരണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടത് തന്നെ വീണ്ടും റിപ്പീറ്റായിട്ട് കേൾക്കണമെന്ന് പറയണ്ട. കാര്യം സീരിയൽ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ പ്രൊമോ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പം നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി രാത്രി 9:30 നമ്മുടെ മഴതോറും മുമ്പേ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.